മലയാളിയിലോട്ട് സ്വാഗതം. ഈ ലോകത്ത് മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാത്തിനും എവിടെയെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ വേദന ഉൾപ്പെടും അല്ലെ? എന്നാൽ ഒരു മനുഷ്യനെ കത്തിയെടുത്ത് കുത്തിയാൽ പോലും അവന് യാതൊരു റിയാക്ഷനും ഇല്ല, വേദനയില്ല. അങ്ങനെ ഒരുത്തനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 2025 പുറത്തിറങ്ങിയ നോ വോക്കിംഗ്. ഇതാണ് നമ്മുടെ ഹീറോ. പുള്ളിക്കാരൻ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്നേ ദിവസം മാനേജറെ എല്ലാവരും വിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇന്നേരം അവൾക്ക് ഹെഡ്സെറ്റ് വെച്ച് ഒരു സുന്ദരി കടന്നു വരും. അവളാണ് നമ്മുടെ കഥാനായിക, ബാങ്കിലെ പുതിയ ക്ലർക്ക്. വന്ന പാടെ ഹീറോയുടെയും ഹീറോയിന്റെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം കഥകൾ കൈമാറും. ശേഷം ഹീറോ അവന്റെ ഡ്യൂട്ടി നോക്കും. അവിടെ വയസ്സായ ഒരു അപ്പൂപ്പൻ വന്നിട്ടുണ്ട്. അയാൾക്ക് ബാങ്കിൽ നിന്നെടുത്ത പണം തിരിച്ചടക്കാൻ പറ്റാതിരിക്കാം. പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ഷോപ്പ് ജപ്തി ചെയ്യും. അവൻ അയാളെ സഹായിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ഒരു വിധേന അയാളെ സമാധാനപ്പെടുത്തി വിടും. ശേഷം ഹീറോ ക്യാൻറ്റീനിൽ ചെന്ന് നല്ല ചൂട് കോഫി ഗ്ലാസ്സിൽ ഒഴിക്കുന്ന ടൈമിൽ പിന്നിൽ വന്ന് അവനെ തട്ടി സാർ എന്ന് പറഞ്ഞ് അവൾ പരിചയപ്പെടാൻ വരുമ്പോൾ ആ ചൂട് കോഫി അവന്റെ കയ്യിലേക്ക് വരും. ഇതോടെ കൈയാകെ വെന്ത് പരുവായിട്ടുണ്ടാകും. ഇത് കണ്ട് അവള് പതറും, പക്ഷെ അവന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഐ ആം ഓക്കെ, നോ പ്രോബ്ലം എന്നും പറഞ്ഞ് അവൻ മുറിയിൽ പോയി മെഡിസിൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. അവൾ തിരിച്ചു വന്ന് സാർ നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ? ഇല്ലില്ല. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഡിന്നറിന് പുറത്തു പോയാലോ? അവനും ഓക്കെ പറയും. അവിടെ കട്ട് ചെയ്താൽ ഹോട്ടൽ ഡിന്നറിന് എത്തിയിരിക്കുക രണ്ടാളും. നമ്മുടെ നായകയുടെ സംസാരവും കളിയും ചിരിയും എല്ലാം ഹീറോയ്ക്ക് ഒത്തിരി ഇഷ്ടമാകും. സർ നിങ്ങൾക്ക് കയ്യിൽ കോഫി വീണ് പൊള്ളിയിട്ട് യാതൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ അവിടെ കിടന്ന് കരഞ്ഞു മരിച്ചിട്ടുണ്ടാകും. ഇപ്പോഴാണ് അവൻ അവനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് അവനൊരു അസുഖമുണ്ട്. ഇവന്റെ ശരീരത്തിൽ എന്ത് വേദന വന്നാലും യാതൊരു ഫീലിങ്സും ഉണ്ടാകില്ല. നമ്മുടെ ശരീരത്തിൽ വേദന വരുമ്പോൾ അത് ഞരമ്പ് വഴി തലച്ചോറിലേക്ക് കടത്തിവിടും. എന്നാൽ അവന്റെ ശരീരത്തിൽ ഞരമ്പ് വീക്കാം. അതുകൊണ്ട് തന്നെ എത്ര വലിയ ചൂടാണെങ്കിലും എത്ര വലിയ തണുപ്പാണെങ്കിലും അത് അവന്റെ ശരീരത്തിലിരിക്കില്ല. അത് അവന് അനുഭവപ്പെടില്ല. സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ അവൻ എടുക്കില്ല. കാരണം അത് കഴിക്കുന്നതിനിടയിൽ നാവെങ്ങാനും അറിയാതെ കഴിച്ചാൽ അവന് വേദന ഒന്നും ഇല്ലാത്തതിനാല് അത് വല്ല ചിക്കന്റെ പീസാണെന്ന് വിചാരിച്ച് കഴിച്ചാലോ. അതിനാൽ ലിക്വിഡ് ഫുഡ് ഐറ്റംസാ അവൻ എടുക്കുന്നത്. വീട്ടിലെത്തിയ പടെ അവൻ ഓൺലൈനിൽ ഒരുത്തനായിട്ട് ഗെയിം കളിക്കാൻ ആരംഭിക്കും. ഒഴിവ് സമയങ്ങളിൽ അവന്റെ എന്റർടൈൻമെന്റ് ഈ ഓൺലൈൻ ഗെയിമാണ്. ഗെയിമിന്റെ ഇടയിൽ അവൾ അവനെ ഒരിടത്തേക്ക് വിളിക്കും. അവനും അവൾ വിളിച്ച പാടെ അവിടേക്ക് പോകും. അങ്ങനെ രണ്ടുപേരും ജോളിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരുത്തൻ അവിടേക്ക് വരും. അതിവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഹായ്, ഇതാ നീ എന്ത് ഇവിടെ? ഇതാരാ നിന്റെ ഗേൾ ഫ്രണ്ടാ എന്നൊക്കെ ചോദിച്ച് അവൻ കടന്നു പോകും. നമ്മുടെ ഹീറോയുടെ ചെറുപ്പത്തിൽ ഇവന് വേദന ഒന്നും അനുഭവപ്പെടില്ലല്ലോ. അതിനാൽ ഈ ചെറുക്കൻ ഇവനെ അടിച്ചടിച്ചൊരു പരിവാക്കും. വേദന ഇല്ലെങ്കിലും രക്തമെല്ലാം വരും. ഈ ഒരു സാഡ് സ്റ്റോറി അവളോട് പറയും. അവൾക്ക് ഇതെല്ലാം കേട്ട് സങ്കടാകും. എന്നിരുന്നാലും അവൾ അവനെ ഹാപ്പി ആക്കി വിടും. അടുത്ത നാൾ അവൻ വീണ്ടും ആ ബാറിലോട്ട് വന്നാൽ അവന് മുൻപേ അവന്റെ ഫ്രണ്ട് അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ലൈറ്റായിട്ട് സങ്കടമാകും. തന്നെ ചെറുപ്പത്തിൽ ഇത്ര അധികം ടോർച്ചർ ചെയ്ത് ഇവന്റെ അടുത്താണ് അവൾ ഇത്ര അധികം സംസാരിക്കുന്നത്. അവരുടെ അടുത്തോട്ട് അവൻ ചെല്ലും. ഓൾറെഡി അവൾ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരത് കുടിക്കും. അത് കുടിച്ചതും ഫ്രണ്ടിന് അട്ടിമുടി എരിഞ്ഞൊരു വിധാകും. പെപ്പറെല്ലാം കമഴ്ത്തി വെച്ച എന്തോ ഒരു ഐറ്റാ അവന് കൊടുത്തത്. ഇനി മേലാൽ എന്റെ ആളെ നീ കളിയൊക്കെ നീ വിവരറിയും, ഓർത്തോ. ഇതോടെ നായകനും നായികയും ഒന്നുകൂടെ അടുക്കും. അന്ന് അവർ അവിടുന്ന് പോയത് ഹീറോയുടെ വീട്ടിലേക്കാണ്. അവിടെ നിറയെ ബുക്സ് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സും ഉണ്ട്. അതേപറ്റി അവൾ കേട്ടപ്പോൾ അവന് മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകുമ്പോൾ വേദന ഇല്ലെങ്കിലും രക്തം പഴുപ്പൊക്കെ ഉണ്ടാകുമല്ലോ. അതെല്ലാം ഇവൻ സ്വയം ട്രീറ്റ് ചെയ്യില്ല പതിവ്. ഇതിന്റെ ഇടയ്ക്ക് അവന്റെ ശരീരത്തിൽ ഒരു ടാറ്റു കാണും. ഫുള്ളായിട്ട് അവൻ ഷർട്ട് ഊരി അത് അവൾക്ക് കാണിച്ചു കൊടുക്കും. അതൊരു സ്റ്റോറി പോലെ ഇങ്ങനെ പരന്ന് കിടക്കാം. പിന്നീട് അവർ കാര്യത്തിലോട്ട് കിടക്കും. അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. പിറ്റേന്ന് കാലത്ത് ഉറക്കത്തിൽ നിന്നിട്ട് ഹീറോ കണ്ട് ഹീറോയിൻ എഴുതി വെച്ച ഒരു ലെറ്റർ. അത് കണ്ടതും നമ്മുടെ ആൾക്ക് നല്ല സന്തോഷമാകും. അവൾ അവന്റെ ജീവിതത്തിലോട്ട് വലതുകാൽ വെച്ച് വന്നതും അവൻ ഇപ്പോൾ താഴെയൊന്നുമല്ല, ഏതോ ഒരു സ്വപ്ന ലോകത്താണ്. അങ്ങനെയിരിക്കെ ഇവരുടെ ഈ ബാങ്കിലോട്ട് ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം ധരിച്ച 3 ആൾക്കാർ വരും. വന്ന പാടെ തുരാന്ന് വെടിവെക്കും. ഇതോടെ എല്ലാവരും പേടിച്ച് കമിഴ്ന്നു കിടക്കും. അവർ നേരെ പോയത് മാനേജറുടെ അടുത്തോട്ടാണ്. ബാങ്ക് ലോക്കർ ഓപ്പൺ ചെയ്യാൻ അതിന് നമ്പർ പറയും എന്നൊക്കെ പറയും. പക്ഷെ അയാൾ പറയില്ല. ഇതോടെ അയാളുടെ കഥ കഴിക്കും. നെക്സ്റ്റ് അസിസ്റ്റന്റ് മാനേജറുടെ അടുത്തോട്ട് വരും. അതായത് നമ്മുടെ ഹീറോയുടെ അടുത്തോട്ട്. അവനെയും അടിച്ച് നമ്പർ ചോദിക്കും. എന്നാൽ അവനും പറയില്ല. ആ നേരം അവന്റെ ഗേൾ ഫ്രണ്ട് അവനെ അടിക്കുന്നതും പിടിക്കുന്നതും കണ്ട് ശബ്ദം ഉണ്ടാക്കും. ഓ, ഇത് നിന്റെ ലവറാ എന്ന് ചോദിച്ച് അവളെ പെരുമാറാൻ ശ്രമിക്കുമ്പോൾ ഹീറോ വേണ്ട അവളൊന്നും ചെയ്യാതെ ഞാൻ പറയാന്നും പറഞ്ഞ് അവൻ ലോക്കറിന്റെ നമ്പർ പറയും. നമ്പർ കിട്ടിയ പാടെ അവര് പോയി മുഴുവൻ പണം പാക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാൻ നേരമാണ് പോലീസ് വരുന്നത് കാണുന്നത്. ഉടനെ അവർ നായികയെ തോക്കിന്റെ മുന്നിൽ നിർത്തി പോലീസിന് മുൻപിലോട്ട് ഇറങ്ങി വരും. എന്നിട്ട് പോലീസുകാരോട് അവരുടെ ഗണ്ണെല്ലാം താഴെ വെക്കാൻ പറയും. ശേഷം പോലീസുകാരെയും വെട്ടിവെച്ച് കൊല്ലും. പിന്നീട് അവളെയും കൊണ്ട് അവരവിടുന്ന് എസ്കേപ്പ് ആകും. 2 വണ്ടിയിലിട്ടാണ് അവരവിടുന്ന് മുങ്ങിയത്.
അപ്പോഴേക്കും ഹീറോ ഒരു വിധേന പുറത്തിറങ്ങി നോക്കിയാൽ അവർ കാറിൽ കയറി രക്ഷപ്പെടുന്നത് കാണാം. ഇതേ സമയം താഴെ കിടക്കുന്ന പോലീസുകാരൻ ഇവനോട് സഹായം ചോദിക്കും. വേഗം അവൻ ബെൽറ്റ് ഊരി മുറിവുള്ളിടത്ത് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കും. ഇപ്പോൾ ആംബുലൻസ് വരും, വിഷമിക്കാതെ എന്ന് പറഞ്ഞ് അയാളെ സമാധാനപ്പെടുത്തി കാമുകിയെ രക്ഷിക്കാൻ പോലീസുകാരും അവരുടെ ഗണ്ണും എല്ലാം എടുത്ത് അവിടുന്ന് പോകും. പോലീസ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ അവർ രണ്ട് വഴിക്കായി തിരിയും. അതിലൊരു വണ്ടി ഫോളോ ചെയ്ത് ഹീറോ പോകും. ആ വണ്ടിയിൽ തന്റെ ആളുണ്ടെന്ന് അവന് ഉറപ്പൊന്നുമില്ല. എന്നിരുന്നാലും അവൻ ആ വണ്ടി തന്നെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ പോകുന്ന വഴി അവന്റെ വണ്ടി ഒരു വണ്ടിയിലിരിക്കും. എന്നാൽ എയർ ബാഗ് ഓപ്പൺ ആയതിനാൽ അവനൊന്നും സംഭവിക്കില്ല. ഇന്നേരം ആ കാർ ഒരിടത്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ഇവനും വണ്ടി നിർത്തി തോക്ക് കാണിച്ച് അവൾ എവിടെയെന്ന് കേൾക്കും. ഓ, നീ പോലീസുകാരനല്ലല്ലേ? ഈ ഒരു സംസാരത്തിനിടയിൽ അവന്റെ ഗണ്ണ് ഇവൻ തട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് നേരെ ഗണ്ണും എടുത്ത് കള്ളൻ കിച്ചണിലേക്ക് കയറിപ്പോകും. പിന്നാലെ ഇവനും. പിന്നെ അവിടെ നല്ലൊരു സ്റ്റണ്ട് നടക്കും. ഇന്നലെ ഹീറോ നല്ല ചൂട് പാൻ എടുത്ത് കള്ളൻ അടിക്കും. ഇതോടെ അവന്റെ കയ്യിലെ ഗണ്ണ് തിളച്ച എണ്ണയിലേക്ക് വിടും. അടിയെ പേടിച്ച് അവൻ അറിയാതെ അതിൽ പിടിക്കും. ഇതോടെ അവന്റെ കൈ ആകെ പൊള്ളും. നമ്മുടെ ആൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കണ്ണിൽ തിളച്ചെണ്ണയിൽ തോക്ക് കിടക്കുന്നത് കാണുക. ഉടനെ അതെടുത്ത് ഷൂട്ട് ചെയ്ത് അവന്റെ കഥ കഴിക്കും. അങ്ങനെ ഇരിക്കെ അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും. ഉടനെ ഇവൻ അതെടുത്ത് നോക്കും. നീ നമ്മുടെ കടയിലേക്ക് വന്നാൽ മതി. മെസ്സേജ് നോക്കിയ ശേഷം ഹീറോ അവൻ വന്ന കാർ ഡാമേജ് ആയതിനാലേ കള്ളന്റെ കാറും എടുത്ത് അവിടുന്ന് പോകും. കാറിൽ നിറയെ പണം ഇരിക്കുന്നുണ്ട്. അതൊന്നും അവൻ മൈൻഡ് ചെയ്യില്ല. ഹീറോ വേഗം അവന്റെ ഓൺലൈൻ ഗെയിം ഫ്രണ്ടിനെ വിളിച്ച് ഒരു ഹെൽപ്പ് ചോദിക്കും. ഇപ്പൊ മരിച്ചുപോയ കള്ളനില്ലേ, അവന്റെ ശരീരത്തിൽ ഒരു ടാറ്റു ഉണ്ട്. ആ ടാറ്റു വരച്ച ടാറ്റു ഷോപ്പ് ഏതാണെന്ന് കണ്ടെത്തി തരാൻ പറയും. അതിന്റെ ഒരു പിക്കും അയക്കും. ഇപ്പുറത്തെ ബാങ്കിന്റെ മുൻപിൽ നിറയെ പോലീസുകാരും ന്യൂസ് റിപ്പോർട്ടേഴ്സും ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ സംഭവം നടക്കുമ്പോൾ അവിടേക്ക് വന്ന ഒരു പോലീസുകാരൻ സീനിയർ ഓഫീസേഴ്സിനോട് കാര്യങ്ങൾ വിശദീകരിക്കും. 3 കള്ളന്മാരുണ്ടായിരുന്നു. മുഴുവൻ പണം അവരെടുത്തിട്ട് പോയി. അവരുടെ പിന്നാലെ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറും കാർ എടുത്ത് പോയിട്ടുണ്ട്. അയാളാണ് ബാങ്ക് ലോക്കറിന്റെ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്തത്. മേ ബി അയാളും അവരുടെ കൂട്ടത്തിൽ ആളാണെന്ന് തോന്നുന്നു. ഇന്നേരം ഓഫീസേഴ്സ് അവിടെ മുഴുവൻ ചെക്ക് ചെയ്യുമ്പോൾ പോലീസുകാരൻ അടി കിട്ടിക്കിടന്ന സ്ഥലല്ലേ അവിടെ ഹീറോയുടെ ബെൽറ്റ് കാണും. ഹീറോ ഒരു പക്ഷേ പോലീസുകാരനെ സഹായിച്ചിരിക്കാം എന്നൊരു സംശയം അവരുടെ മനസ്സിൽ വരും. ഇന്നേരം നമ്മുടെ ഹീറോ അവന്റെ ദേഹത്തുള്ള പരിക്ക് വെച്ച് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റില്ല. അതിനെ തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിലോട്ട് പോകും. അത് മുൻപ് നായകൻ ബാങ്ക് ലോണ് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടില്ലേ, ആ ഓൾഡ് മാന്റെ ഷോപ്പാണ്. ചെന്നപാടെ അവന്റെ കയ്യിൽ ഒരു ബുള്ളറ്റ് തുളച്ച് കയറിയിട്ടുണ്ടാകും. അത് കട്ടിംഗ് പ്ലയർ എടുത്ത് കുത്തി തിരികെ കടത്തിയെടുക്കും. എന്നിട്ട് അവിടെ ഗമ്മ വെച്ച് ഒട്ടും. ശേഷം അയാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് ഹാപ്പിയാക്കി അവിടെ നിറങ്ങും. ഇപ്പുറത്തെ കള്ളന്മാരെ തേടി തേടി പോലീസ് ഓഫീസേഴ്സ് ഹോട്ടൽ കിച്ചൺ വരെ എത്തിയിട്ടുണ്ടാകും. അവിടെ മരിച്ചു കിടക്കുന്ന കള്ളനെ കണ്ട് അവരാകെ ഷോക്കാകും. ആ ഈള് പോലെ ഇരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ എങ്ങനെ ഇവനെ പോലെ ഒരുത്തിന്റെ കഥ കഴിച്ചത്? ഈ പോലീസ് ഓഫീസേഴ്സ് 2 പേരും ഹസ്ബൻഡും വൈഫാണ്. ഇപ്പൊ ഇവര് 2 പേരും പൈസയ്ക്ക് ബെറ്റ് വെക്കും. അതായത് ഹീറോ ഫോൺ വിളിച്ചാൽ എടുക്കില്ലെന്ന് അയാളും തീർച്ചയായിട്ടും എടുക്കുന്ന ലേഡിയും. എന്നാൽ വിളിച്ച പാടെ ഹീറോ ഫോൺ എടുക്കും. ബെറ്റിന്റെ കാശ് ലേഡിയുടെ കീശയിലായി. ഹലോ, നിങ്ങൾ എവിടെയാ? എന്ത് സത്യത്തിൽ നടന്നത്? നിങ്ങൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ കള്ളനൊന്നുമല്ല. പണം എനിക്കൊരു പ്രശ്നമേ ഇല്ല. അവന്മാർ എന്റെ ഗേൾ ഫ്രണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവളെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ട് നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ. മാഡം, നിങ്ങളുടെ മകനെയോ മകളെയോ കാണാതായെങ്കിൽ നിങ്ങൾ പോലീസുകാർ വരുന്നവരെ കാത്തുപോ. അതോടെ അവളും പിന്നെ ഒന്നും മിണ്ടില്ല. അപ്പുറത്തെ ബാക്കി 2 കള്ളന്മാർ പോലീസുകാരുടെ വാക്കി ടോക്കി ഉപയോഗിച്ച് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതില് നിറയെ താടിയുള്ളവന്റെ സ്വന്തം അനുജനാണ് നമ്മുടെ ഹീറോ കൊന്നിരിക്കുന്നത്. ഇത്രയും നേരമായിട്ട് അവനെ കാണാനല്ലോ, ഞാനൊന്ന് വീട് വരെ പോയി നോക്കിയിട്ട് വരാം. ഇതെല്ലാം കേട്ട് അവിടെ ഇരിക്കുന്ന നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ആ ജിമ്മൻ കള്ളം വരും. അവന്റെ വരവ് കണ്ടിട്ട് നമ്മുടെ ആൾക്ക് യാതൊരു കുലുക്കവും ഇല്ല. ഇവരുടെ 2 പേരുടെയും സംസാരം കേട്ടാൽ ഏതോ മുൻകാല പരിചയമുള്ളവരെ പോലെ. ആ ജിമ്മൻ മറ്റാരുമല്ല, അവളുടെ സ്വന്തം ബ്രദറാ. സാധാരണ അവളെ ഒരു ബാങ്കിൽ ജോലിക്ക് കയറ്റി പിന്നാലെ ഇവന്മാര് പോയി അവിടെ മൊത്തം അടിച്ചു മാറ്റി വരും. അതാണ് ഇവരുടെ സ്റ്റൈല്. ഇവൾക്ക് ഇവന്മാരുടെ ഈ ജോലിയോട് അത്ര താല്പര്യമില്ല. പക്ഷെ ഇവനെ ഭയന്ന് ചെയ്യണമെന്ന് തോന്നുന്നു. എന്തിനാണ് നീ ആ പാവങ്ങളെ കൊന്ന്, മനുഷ്യരെ കൊന്ന് ഇതുപോലെ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നീ പേടിക്കാതെ, ഇതൊന്നും ഒരു മാറ്ററേ അല്ല. ഓൾറെഡി നമ്മുടെ കയ്യിൽ പൈസ വന്നിട്ടുണ്ട്. ബാക്കി കുറച്ച് പൈസ കൂടി വരാനുണ്ട്. അതുകൂടി വന്നാൽ നമ്മൾ ഈ സിറ്റി വിടും. പിന്നെ നമ്മൾ കോടീശ്വരന്മാരാണ്. ഹീറോയ്ക്ക് ഓൺലൈൻ ഫ്രണ്ട് ആ ടാറ്റു ഷോപ്പിന്റെ അഡ്രസ്സ് തേടി കണ്ടെത്തി അയച്ചിട്ടുണ്ടായിരിക്കും. ഉടനെ അവനും ആ ലൊക്കേഷനിലേക്ക് പോകും. അവിടെ ഇരിക്കുന്ന ലേഡിയോട് ടാറ്റു ചെയ്യണമെന്ന് പറയും. അവളും അവനെ അകത്തേക്ക് കയറ്റിവിടും. അവിടെ ആജാനുബാഹുവായ ഒരു മനുഷ്യൻ, അയാളാണ് ടാറ്റു അടിക്കുന്നത്. എനിക്ക് ഇതുപോലത്തെ ടാറ്റു അടിക്കേണ്ടതെന്ന് പറഞ്ഞ് ആ കള്ളന്റെ ദേഹത്തുണ്ടായിരുന്ന വെറൈറ്റി ടാറ്റുവിന്റെ പിക്ക് കാണിക്കും. ഓ, ഇത് ഞാൻ അടിച്ചു കൊടുത്ത ടാറ്റുവാ. അവനെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ഈ വലിയ മനുഷ്യനറിയാം. അവനെ പറ്റി ഓരോന്നോരോന്നായി ഇവൻ കേൾക്കാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് ഇവന്റെ മേൽ നല്ല ഡൗട്ട് അടിക്കും. ഉടനെ അയാൾ കത്തി കാണിക്കും.
പിന്നാലെ നമ്മുടെ ആള് ഗണ്ണ് ചൂണ്ടിക്കാണിച്ച് അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയാൻ പറയും. പിന്നെ അവിടെ നടന്ന് വലിയൊരു മൽപ്പിടുത്ത. നായകൻ വഴി കൂടെ പോകുന്ന ഒരടിയും മിസ്സാക്കാതെ എല്ലാ അടിയും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കയറി വന്ന ആ പാവം ലേഡിക്കും ഒന്ന് കിട്ടും. ഇതോടെ അവൾ ബോധം കെട്ട് താഴെ വീണു. ഒരു ഘട്ടത്തിൽ ഹീറോ ചില്ലിലടിച്ച് താഴെ വീണു. ഇതോടെ ചില്ലെല്ലാം പൊട്ടി താഴെ ചിതറി കിടക്കും. ഉടനെ ഹീറോ തന്റെ കൈ വെച്ച് ചില്ല് കഷ്ണങ്ങളിൽ ആഞ്ഞടിക്കും. അതെല്ലാം തന്നെ കൈയിൽ കുത്തിയിരിക്കും. ഇനി നമ്മുടെ ഹീറോയുടെ ടൈമാ. അവൻ ആ കൈ വെച്ച് ഒറ്റയിടി തടീന് കൊടുക്കും. എന്നാലും അയാൾ അവൻ ചോദിക്കുന്ന ഒന്നിനും മറുപടി പറയില്ല. അടുത്തത് ടാറ്റ കുത്തുന്ന പിന്ന് വെച്ച് അവന്റെ കഴുത്തെല്ലാം വരയും. അപ്പോഴും അയാൾ പറയില്ല. ലാസ്റ്റ് നിന്റെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും എന്ന് പറയുമ്പോൾ അയാൾ പേടിച്ചിട്ട് അവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട പാടെ ഹീറോ അവിടേക്ക് ചെല്ലും. അവിടെ മൊത്തം കള്ളന്മാർ ഓരോരോ ട്രാപ്പ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവൻ വീട്ടിലോട്ട് എൻട്രി അടിച്ച പാടെ ഇവന്റെ മുതുകത്ത് വലിയൊരു സാധനം വന്ന് ചക്ക നൊട്ടും. അതൊരു കണക്കിന് വലിച്ചു മാറ്റി അവൻ മുൻപോട്ട് നീങ്ങി. നെക്സ്റ്റ് ഇവന്റെ കാലിൽ ഒരു അമ്പ് വന്ന് തുളച്ചു കയറും. അത് വലിച്ചു വിടാൻ ട്രൈ ചെയ്യും. പക്ഷെ സാധിക്കില്ല. ആ പോട്ടെ, അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അവൻ നടക്കും. അടുത്ത കണിയിൽ അവൻ ശരിക്കും പെടും. കമ്പിയിൽ തട്ടി നേരെ തല കീഴായി കിടക്കും. ഉടനെ നമ്മുടെ ഓൺലൈൻ ഫ്രണ്ടിനെ വിളിച്ച്, എടാ സുന്ദര, ഞാനിവിടെ പെട്ടുപോയടാ, നീ എത്രയും പെട്ടെന്ന് വാ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറയും. ഷു, ഇവന്റെ ഒരു കാര്യം, ശരി ദാ ഞാൻ വരുന്നു. ഇതേ സമയം അനിയൻ തേടി ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടാകും. അവൻ വന്നതും കാണുന്നത് തല കീഴായി കിടക്കുന്ന ഇവനെയാ. അതേ ടൈമിൽ ജിമ്മിന്റെ കോൾ വരും. വോക്കി ടോക്കിൽ പറഞ്ഞു കേട്ടതാ അവൻ നമ്മളെ വിട്ടുപോയിടാ. തീർത്തത് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാ, വണ്ണം കുറഞ്ഞ ഉയരത്തിൽ ഒരുത്തൻ. തന്റെ അനുജനെ കൊന്നത് ഇവനാണെന്ന് മനസ്സിലാക്കിയ വില്ലൻ, നീ എന്റെ അനുജനെ കൊന്നല്ലടാ. അവനെ നേരെ ഒരു കസേരയിലെത്തി, നിന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? ഒരു കമ്പി പോലത്തെ ഒന്നെടുത്ത് അവന്റെ കാലിലെല്ലാം കുത്തിയിറക്കും. നമ്മുടെ ആൾക്ക് വേദന ഇല്ലെങ്കിലും വേദന ഉള്ളതുപോലെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ് കട്ടിംഗ് പ്ലയർ എടുത്ത് ഓരോരോ നഖങ്ങളായിട്ട് പറിച്ചെടുക്കാൻ തുടങ്ങും. ഇപ്പോ നമ്മളാള് സീനാക്കി, അയ്യോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും. ചുമ്മാ. അപ്പോഴേക്കും ജിമ്മിന്റെ കോൾ വരും. വേഗം അവനെ തീർത്തിട്ട് വാ, ഇവിടുന്ന് പോകണം, നിന്റെ കണ്ണെ ഞാൻ ചൂന്നെടുക്കാൻ പോകാന്ന് പറയുന്ന നേരം ഈ കറക്റ്റ് ടൈമില് ഫ്രണ്ട് അവിടെ എത്തി വീശുരെ അടിക്കും. പട്ടുക്കോന്ന് അവൻ താഴെ വീഴും. വേഗം ഹീറോയുടെ കയ്യിലെ കെട്ടനയച്ച് രണ്ടുപേരും സന്തോഷം പങ്കിടും. ഇന്നേരം താഴെ വീണ വിലൻ എഴുന്നേറ്റ് മൊട്ടത്തലന്റെ തലയിൽ ഗണ്ണ് വെച്ച് ഒറ്റടി. ഉടനെ ഹീറോ വിലനെ ബലമായി പിടിച്ചു നിൽക്കും. എടാ വേഗം പോയി എന്തെങ്കിലും എടുത്തിട്ട് വാടാ. മൊട്ട തന്നെ അവിടെ മുഴുവൻ നോക്കിയാൽ അവനൊരു കത്തി കിട്ടും. അവൻ അത് നേരെ ഹീറോയ്ക്ക് എറിഞ്ഞു കൊടുക്കും. ഹീറോ കൈ വെച്ച് കത്തി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നേരെ വന്ന് കൈ ചക്കെന്ന് തുളച്ചു കയറും. ആ കത്തി വെച്ച് വില്ലന്റെ കാലിൽ ഒരു കുത്തുകുത്തും. എന്നാൽ അവനും അത് അത്ര മൈൻഡ് ചെയ്യില്ല. ആ കത്തി എടുത്ത് നായകനെ കൊല്ലാൻ വരും. ഈ ഒരു വേളയിൽ നമ്മുടെ മൊട്ടത്തലയിന് അവിടെ നിന്ന് ഒരു സ്പ്രേ കിട്ടി. അത് നേരെ വില്ലന്റെ മുഖത്തടിക്കും. ആ ഒരു സ്റ്റണ്ട് അവിടെ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഹീറോ അവന്റെ കയ്യിൽ കിട്ടിയ കത്തി വെച്ച് വില്ലന്റെ കഴുത്തിൽ കുത്തിയിറക്കും. ഇതോടെ അവന്റെ അധ്യായം അവിടെ തീർന്നു. അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നിൽക്കുന്ന നേരാണ് പോലീസുകാരെ ഇവരെ അന്വേഷിച്ച് അവിടെ എത്തിയത്. ഇന്നേരം ഒരുത്തൻ സ്കൂട്ടി എടുത്ത് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടും. ഉടനെ പോലീസുകാരെ അവനെ ചേസ് ചെയ്ത് പിടിച്ചാൽ അത് ആ മൊട്ടത്തലനായിരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ ഹീറോ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. അവനെ പിടിച്ച് മിരട്ടിയപ്പോ അവനൊരു കുത്തും കോമയും ഒന്നും വിടാതെ എല്ലാ സത്യവും പോലീസുകാരോട് പറയും. എന്തിന്? ഇപ്പൊ ഹീറോ എവിടേക്ക് പോയതെന്ന് വരെ. ഹീറോ അങ്ങനെ ആ കള്ളന്മാരുടെ സംഘത്തിൽ എത്തിയിട്ടുണ്ടാകും. അവിടെ അനിയത്തിയും ചേട്ടനും വാക്കു തർക്കത്തില്ല. ഇന്നേരം അവിടെ എത്തിയ ഹീറോ അവന് നേരെ തോക്ക് ചുണ്ടും. ജിമ്മൻ പേടിച്ച് കണ്ണ് താഴെ വെക്കും. നിനക്കൊന്നും പറ്റില്ലല്ലോ എന്ന് അവളോട് നായകൻ കേൾക്കുമ്പോ, ഓ നീയാണപ്പോ ആ അസിസ്റ്റന്റ് മാനേജർ, ഞാൻ ഈ പോലീസാണെന്ന് വെച്ചത്. നിന്നോടൊരു സത്യം പറയാം, ഇതെന്റെ സ്വന്തം അനിയത്തിയാണ്. ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഇത് കേട്ടത് നമ്മുടെ ഹീറോയ്ക്ക് ആകെ ഷോക്കാകും. ഇന്നേരം ഹീറോയിനാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കും. തന്നെ ഇത്രയും കാലം ഇവൾ ചതിക്കാറില്ലെന്ന് ഒരു നിമിഷം ആലോചിച്ച് അവൻ അങ്ങനെ നിൽക്കും. ഈ ഗ്യാപ്പിൽ വില്ലൻ അവന്റെ കയ്യിലെ തോക്ക് തട്ടിത്തെറിപ്പിക്കും. ശേഷം അവനെ അടിച്ച് പരത്തി ഒരു വിധാക്കും. കൂടാതെ മേലെയുള്ള കാറ് താഴെ ഇറക്കി ഇവന്റെ കഥ കഴിക്കാൻ നോക്കുന്നേരം ഓടി വന്ന് അവൾ അവന്റെ തലമുടി പിടിച്ചു വലിക്കും. ഇപ്പോൾ അവൾക്ക് നേരെ തിരിഞ്ഞ് വീശൊരാട്ടി അവൻ അടിക്കും. ഞങ്ങൾ ദയവ് ചെയ്ത് വിട്, നിനക്ക് കാശല്ല വേണ്ട, ഇതിന് മുഴുവൻ പണം നീ എടുത്തോ, ഞങ്ങളെ രണ്ടുപേരെയും വെറുതെ വിട്ടേക്ക്, എനിക്ക് അവന്റെ കൂടെ ജീവിച്ചാൽ മതി. അങ്ങനെ നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റും എന്നും കേട്ട് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന നേരം ടിഷ്യും ഒറ്റ വെടി. ഇതോടെ അവന്റെ കാര്യത്തിനും തീരുമാനം. ആരവനെ വെടിവെച്ചെന്ന് നോക്കിയാല് അത് നമ്മുടെ സീനിയർ ഓഫീസേഴ്സാണ്. അവർ വന്ന പടെ ഹീറോയിനും വിലങ്ങ് വെക്കും. അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഹീറോ സ്ട്രെച്ചറിലേക്ക് കിടത്തി ആംബുലൻസിൽ കയറ്റാൻ നോക്കും. കൂട്ടത്തില് അവനെ വിലങ്ങ് വെച്ചിട്ടുണ്ടാകും. ഇതൊന്നും കൂടാതെ കൃത്യമായിട്ട് ഓഫീസേഴ്സിനെ ഇവിടെ വരാൻ സഹായിച്ച നമ്മുടെ മൊട്ടയ്ക്കും വിലങ്ങ് വെച്ച് കാറിൽ എത്തിയിട്ടുണ്ടാകും. ആംബുലൻസ് ഹീറോയെ കയറ്റി അടുത്ത ഹീറോയിനെ വിലങ്ങ് വെച്ച് അവിടുന്ന് കൂട്ടി പോകാൻ നേരം വില്ലൻ ഇനിയും ചത്തിട്ടുണ്ടാവില്ല.
അവൻ ആ ഓഫീസറെ ഒറ്റ വെടിക്ക് കൊലപ്പെടുത്തും. ശേഷം ലേഡി ഓഫീസറിനെ വെടിവെക്കും. അത് അവളുടെ വയറിലെ കൊല്ലാം. അടുത്തത് അനുജത്തിയെ കൊല്ലാൻ വരും. അവൾ ഓടി കാറിന്റെ സൈഡിൽ പോയി ഒളിഞ്ഞിരിക്കും. ഇന്നേരം അവൻ ആംബുലൻസിന്റെ ഡ്രൈവറെ പിന്നെ അവിടെ നിന്നിരുന്ന എല്ലാവന്മാരും ചറ പറന്ന് വെടിവെച്ച് വീട്ടിയിട്ട് കയ്യിൽ കാശും എടുത്ത് ആംബുലൻസ് ഓടിച്ച് അവിടുന്ന് പോകും. ഇനി തന്റെ ഊഴാണെന്ന് മനസ്സിലാക്കിയ ഹീറോയെ രക്ഷപ്പെടുത്താൻ പോകാൻ റെഡിയാകും. വേഗം ലേഡി ഓഫീസറിന്റെ അടുത്ത് പോയി അവളുടെ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് വിലങ്ങഴിക്കും. ഇന്നേരം ഓഫീസർ ഇവൾക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തും. ഇവിടെ നോക്കിയേ, അവനെ പിടിക്കാൻ നിങ്ങളെ സഹായിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. അങ്ങനെ നിന്നെ തനിയെ വിടാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകും. അങ്ങനെ അവൾ ഓഫീസറെയും കൂട്ടി കാറും എടുത്ത് പായും. ബാക്കിലെ സീറ്റില് നമ്മുടെ മുട്ട ഇരിപ്പുണ്ട്. ആംബുലൻസ് ആ നഗരത്തിന്റെ അതിവേഗത്തിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കാം. ഇന്നേരം നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരും. അവൻ കണ്ണു തുറന്നു നോക്കിയാൽ ആംബുലൻസ് ചീറി പാഞ്ഞു പോകുകയെന്ന് അവന് മനസ്സിലാകും. അതേസമയം വണ്ടിയുടെ സ്പീഡിൽ ഒരു ഘട്ടത്തിൽ അവൻ പതുക്കൊന്ന് താഴെ വീഴും. എന്താ ഒരു ശബ്ദം എന്ന് വെച്ച് വില്ലൻ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഹീറോ, നീ ഇതുവരെ ചത്തില്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ ഗണ്ണെടുക്കാൻ ശ്രമിക്കും. ഇവൻ ഇവിടെ കയ്യിലെ വിലങ്ങഴിക്കാനും പരിശ്രമിക്കും. അങ്ങനെ അവിടെ ഇരിക്കുന്ന സിലിണ്ടർ ഉപയോഗിച്ച് അവൻ കയ്യിലെ വിലങ്ങ് പൊട്ടിക്കും. ഈ ഒരു ഗ്യാപ്പിൽ വില്ലൻ ഹീറോയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യും. ഭാഗ്യത്തിന് അത് അവന്റെ ദേഹത്ത് കൊള്ളില്ല. അത് മാത്രമല്ല, ഗണ്ണ് ഉള്ളിലോട്ട് വീണു. രക്ഷപ്പെട്ടെന്നും കരുതി ഹീറോ അതെടുത്ത് വില്ലന് നേരെ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ നേരം അതിലുണ്ട കഴിഞ്ഞു. ഇത് കണ്ട് വില്ലൻ അങ്ങ് അട്ടഹസിക്കും. ഇനി ഇവനെ എങ്ങനെ ഒതുക്കാന്ന് വിചാരിച്ചു നിൽക്കുന്ന നേരാണ് ഹീറോ അവിടെ ഡീഫിബ്രിലേറ്റർ കാണുന്നത്. അതിലെ ചാർജ് നല്ലവണ്ണം കയറ്റി വെച്ച് ഇവന്റെ ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്ത് നേരെ വില്ലന്റെ മീതെ കൈവയ്ക്കും. ഇതോടെ അവനും കിട്ടും മിഠായി. ആ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിൽ വണ്ടിയുടെ കൺട്രോൾ പോയി വണ്ടി തല കുത്തി വീഴും. ഇതോടെ എല്ലാം അവസാനിക്കുമെന്ന് വിചാരിച്ചാൽ വില്ലൻ നേരെ നായകന്റെ അടുത്ത് വന്ന് വീണ്ടും രണ്ടും കൂടി സ്റ്റണ്ട് സ്റ്റാർട്ടാകും. ഇപ്പോൾ ഇവർ എവിടെ എത്തിപ്പെട്ടെന്ന് നിൽക്കുന്നതെന്ന് വെച്ചാല് ഇവർ കാശും കൊണ്ട് കപ്പൽ വഴി മുങ്ങാമെന്നാ വിചാരിച്ചത്. അതിനാൽ ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അവിടെ നിറയെ കണ്ടെയ്നേഴ്സ് കിടപ്പുണ്ട്. ഒരു വിധന ഹീറോയിനും ആ സ്ഥലം കണ്ടെത്തി അവിടെ എത്തിയിട്ടുണ്ടാകും. ലേഡി ഓഫീസർക്ക് ഒരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനാൽ അവൾ ഇവൾക്ക് തോക്ക് കൊടുത്ത്, നീ അവന്റെ കഥ കഴിക്കും, അവൻ എന്റെ പാർട്ട്ണറെ കൊന്ന് അവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയും. ഇന്നേരം നായകൻ മൊട്ടയുടെ അടുത്ത് ഓഫീസറെ ഏൽപ്പിച്ച് നീ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കെന്നും പറഞ്ഞ് അവിടുന്ന് നായകന്റെ അടുത്തോട്ട് പോകും. ഇവിടെ മൊത്തം അടിപിടിയ. വില്ലൻ ഹീറോയെ അമ്മാതിരി അടിയടിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഹീറോയുടെ കൈ ഒടിച്ച് എല്ല് പുറത്തോട്ട് തള്ളി വരും. ശേഷം അവന്റെ മുഖം നോക്കി ആഞ്ഞു ചവിട്ടാൻ വരുന്ന നേരം ഹീറോയിൻ വില്ലൻ നേരെ വെടിവെക്കും. പിന്നെയും തുരാന്ന് വെടിവെക്കും. പക്ഷെ അതൊന്നും അവനേക്കില്ല. അങ്ങനെ അവൾ അടുത്തോട്ട് വരുന്ന സമയം നോക്കി ചേട്ടൻ അവളുടെ കയ്യിലെ കണ്ണ് തട്ടിത്തെറിപ്പിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അനീറ്റിയും ചേട്ടനും തമ്മിലുള്ള സ്റ്റണ്ടാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റിന്റെ ഇടയിൽ ഹീറോ പതുക്കെ നിറങ്ങി വരും. അവിടെ മെഡിസിന്റെ ബാഗ് കിടപ്പുണ്ട്. ഇവൻ ആംബുലൻസിലാണല്ലോ വന്നത്, അതിൽ നിന്ന് വീണതായിരിക്കാം. അതിൽ നിന്നും വേണ്ട മെഡിസിൻ എടുത്ത് അവന്റെ ശരീരത്തിൽ കുത്തിവെക്കും. ഇതോടെ അവന് പവർ കിട്ടിയ പോലെ അവിടെ എഴുന്നേറ്റ് ഒരു വരവുണ്ട്. അതൊരു ഒന്നൊന്നര വരവാണ്. വന്ന പാടെ അവന്റെ ഏത് കൈയാണ് പൊട്ടിയത് ആ കൈ വെച്ച് വായിൽ ഒരു കുത്തും. അതായത് ആ എല്ല് വെച്ച് അവന്റെ വായിൽ ആഞ്ഞൊരു കുത്ത്. ഇതോടെ അവനും ക്ലോസ്. അവിടെ കട്ചകൾ നമ്മുടെ ഹീറോ ഹോസ്പിറ്റലിൽ ചന്ദ്രനിൽ പോകാൻ നിൽക്കുന്ന മനുഷ്യനെ പോലെ കിടപ്പുണ്ട്. ആ മാതിരി ഫൈറ്റ് ആണല്ലോ അവിടെ നടന്നത്. മൊട്ട തലയും തൊട്ടടുത്തിരിപ്പുണ്ട്. ഇന്നേരം അവിടേക്ക് ലേഡി ഓഫീസർ വരും. നീ ചെയ്ത കുറ്റങ്ങൾക്ക്, അതായത് പോലീസിന്റെ വണ്ടി എടുത്ത് പോയതും പിന്നെ ആ 3 കള്ളന്മാരെ കൊന്നതും ഇതിനെല്ലാം ചേർത്ത് നിനക്കൊരു കുഞ്ഞു ശിക്ഷയുണ്ട്. 6 മാസം നീ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കണം. പിന്നെ നിനക്ക് വേഗം ഇതെല്ലാം ശരിയാവണമെന്ന് പറഞ്ഞ് എന്റെ മോൻ എനിക്കൊരു കാർഡ് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കൊടുത്തു. അങ്ങനെ 1 വർഷം കടന്നുപോയി. ഹീറോ പണ്ടത്തേതുപോലെ മൊട്ടയുടെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാം. അയ്യടാ, ഇന്ന് എനിക്ക് ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഡേറ്റിംഗ് ഉള്ളതാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് അവളെ കാണുമ്പോകും. എവിടേക്ക് പോകും? ജയിലിലോട്ട്. അവളുടെ ശിക്ഷയുടെ കാലാവധി ഇനിയും കഴിഞ്ഞിട്ടില്ല. ഒരു 10-11 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആള് പുറത്തിറങ്ങും. അങ്ങനെ രണ്ടുപേരും ജോളിയായിട്ട് സംസാരിച്ചിരിക്കാം. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കും. നന്ദി, നമസ്കാരം.